2024 നീറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വാട്സപ്പിലും കോളുകളായിട്ടും ഒക്കെ വന്ന കുറേയധികം സംശയങ്ങളുടെ മറുപടി മാത്രം. അപ്പം അത് പ്രധാനമായിട്ട് ഡോക്യുമെന്റുകളെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഞാൻ ഈ പറയുന്ന ഡൗട്ടുകളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നാലെ എത്തിക്കാം. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒരു ഡോക്യുമെന്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ NCL പോലെ EWS പോലെയുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഫിംഗർ ആൻഡ് തമ്പ് ഇംപ്രഷൻ. ഇത്രയാണ് ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ ഈ പാസ്പോർട്ട് സൈസിന്റെയും പോസ്റ്റ് കാർഡിന്റെയും ബേസിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ചോദിക്കും, അതിന്റെ താഴെ ഡേറ്റ് വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പേര് വെക്കേണ്ടതുണ്ടോ? ഡേറ്റ് അല്ലെങ്കിൽ പേര് വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പേരും ഡേറ്റും വെക്കാം, വെക്കാതെയും ഇരിക്കാം, ആ പ്രശ്നങ്ങളില്ല. ഇനി അതേപോലെ ഇതിന്റെ കോപ്പി എടുത്ത് വെക്കേണ്ടതുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഇപ്പോഴേ അതിന് കോപ്പി എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി കയ്യിൽ ഉണ്ടാവുകയോ ചെയ്യട്ടെ. പിന്നീട് നമുക്ക് അതിന്റെ ആവശ്യാനുസരണം കോപ്പി എടുക്കാം. ഇത് അഡ്മിഷന് മാത്രം അല്ലെങ്കിൽ എക്സാമിന് മാത്രമല്ല, ഇനി അലോട്ട്മെന്റ് പ്രോസസ്സിലും ഈ സെയിം ഫോട്ടോ തന്നെ വേണം. അതുകൊണ്ട് അതിന്റെ മാക്സിമം കോപ്പി കയ്യിലെടുത്ത് സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ അത് സൂക്ഷിച്ചു വെക്കാം. പിന്നെയുള്ളത് സിഗ്നേച്ചർ ആണ്. അതിന്റെ കാര്യത്തിൽ പിന്നെ അധികം സംശയം ചോദിച്ച് കണ്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. പിന്നെ ഫിംഗർ ആൻഡ് തമ്പ് ഇംപ്രഷൻ. ഈ ഫിംഗർ ആൻഡ് തമ്പ് ഇംപ്രഷൻ ഒരു ചെറിയ പ്രശ്നം. അവരുടെ ക്ലോസിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത് 200 KB വരെ പോകാമെന്നാണെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വിൻഡോയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിന്റെ മാക്സിമം സൈസ് 30 KB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല, ആപ്ലിക്കേഷന്റെ ആ ഒരു വിൻഡോയിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ 30 KB എന്നുണ്ട്. അതുകൊണ്ട് സൈസ് കുറച്ചിട്ടേ പോകാവൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതല്ലാതെ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടവർ ആരൊക്കെയാണ്? ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒന്നുകിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ UDID കാർഡോ അപ്ലോഡ് ചെയ്യാം. ഓവർസീസ് കാൻഡിഡേറ്റ് സിറ്റിസൺഷിപ്പും അപ്ലോഡ് ചെയ്യാം. വേറെ ഒരു ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ ചോദിക്കും, ഞാൻ NCL ആണ്, അതെങ്ങനെയാണ്? നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. NCL എന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി. അതേപോലെ SC/ST കുട്ടികൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും അത് മെൻഷൻ ചെയ്താൽ മതി. EWS കാറ്റഗറിക്കാര്, അതുപോലെ ഇന്ത്യൻ നേറ്റീവായി, ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. ഡോക്യുമെന്റ് വേണ്ട. കുറേയധികം കമ്പ്യൂട്ടർ സെന്ററിൽ, ഒരുപാടില്ല കേട്ടോ, കുറെ കമ്പ്യൂട്ടർ സെന്ററുകളിൽ ചെന്ന കുട്ടികൾ അവിടുന്ന് ഈ ഡോക്യുമെന്റ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആവശ്യമില്ല. അത് അവരോട് നിങ്ങൾ പറയുക, ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഒരു ചില പ്രശ്നങ്ങൾ അതാണ്, എനിക്ക് EWS കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? താലൂക്ക് ഓഫീസിൽ നിന്ന്, തഹസീൽദാറാണ്, വില്ലേജിൽ നിന്നല്ല, താലൂക്ക് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് EWS കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ EWS മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ല കിട്ടുമോ ഇല്ലെന്ന്, അങ്ങനെയാണെങ്കിൽ ഒന്ന് അപേക്ഷിക്കുക. കിട്ടിയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ അതേസമയം OBC, NCL അല്ലെങ്കിൽ SC/ST കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. മുമ്പ് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവർ SC/ST കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ്, അപ്പൊ പ്രശ്നമില്ല, കിട്ടിക്കോളും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് അത് വാങ്ങിയതിനു ശേഷവും ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. ഓക്കെ, ഇനി ആധാർ കാർഡിന്റെ ആവശ്യമുണ്ടോ? ഈ ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റ് ID, ഇപ്പോ പാസ്പോർട്ട് അല്ലെങ്കിൽ അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ പാസ്ബുക്ക്, ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ഇങ്ങനെ കുറെ ID കാർഡുകൾ പറയുന്നുണ്ട്. അതെന്തിനാണ്? അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡോക്യുമെന്റ് ചോദിക്കുന്നത്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിന്റെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടായാൽ മതി. മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ 10th സർട്ടിഫിക്കറ്റിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, അച്ഛന്റെയും അമ്മയുടെയും പേര്, അതേ പേര്, നിങ്ങളുടെയും പേര്, സ്പെല്ലിംഗ് പോലും തെറ്റാതെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യണം. അതുപോലെ ക്ലാസ് 12th സർട്ടിഫിക്കറ്റ്, ഇതെന്തിനാണ്? മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി. +1 റിസൾട്ട് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലൊക്കെ നോക്കിയാൽ +1 ബോർഡ് എക്സാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇതിന് കൂടെ +1 കൂടി കരുതുക. +1 +2 രണ്ടിലെയും മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടായാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അതിന്റെ ഒരു കോപ്പി ഉണ്ടായാൽ മതി. ആ ഡോക്യുമെന്റ് ഒന്ന് ജസ്റ്റ് ആ ഡേറ്റ നിങ്ങൾക്കൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി. ഇതാണ് പ്രധാനമായിട്ട് ചോദിച്ച സംശയങ്ങൾ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് അതിന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോയുടെ കാര്യം,
നിങ്ങൾ പേര് വെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത ഫോട്ടോ കയ്യിലുണ്ട്, അത് തന്നെ ഡേറ്റ് മാറ്റി ഉപയോഗിക്കാവോ? അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ആ ഫോട്ടോയിലെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ഫോട്ടോ ഉപയോഗിക്കാം, ഡേറ്റ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇതിനൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇപ്പൊ അതിൽ മേജർ ഡൗട്ടുകൾ മാത്രമായിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകാവൂ. അപ്പൊ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതിന്റെ ഡീറ്റെയിൽ പിന്നീട് ഒന്നുകിൽ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.